ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ ഇന്ത്യൻ സിനിമയിലെ തന്നെ ദൃശ്യവിസ്മയം എന്നൊക്കെ നിസ്സംശയം പറയാവുന്ന കൽക്കി 2898 AD. നാഗശ്വിന്റെ സംവിധാനത്തിലെ പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ, ഒപ്പം തന്നെ കമലഹാസൻ തുടങ്ങി വലിയൊരു താരനിരയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ കൽക്കിയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ വന്നു തുടങ്ങിയിരിക്കുകയാണല്ലോ. ഒരു സയൻസ് ഫിക്ഷൻ, ഫാന്റസി, വാർ, ആക്ഷൻ, ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് പ്രഭാസിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയ കൽക്കി. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ എബോ അവറേജിന് മുകളിലുള്ള അഭിപ്രായങ്ങൾ, അതായത് ഡീസന്റ്, പോസിറ്റീവ്, ഹെവി പോസിറ്റീവ് തുടങ്ങിയ അഭിപ്രായങ്ങളാണ് കൽക്കി എന്ന സിനിമ ആദ്യ ഷോയ്ക്ക് ശേഷം ഇതിനോടകം തന്നെ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. ഒരു കിടിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ചിത്രം തിയേറ്ററുകളിലെ പ്രേക്ഷകർക്ക് നൽകുന്നത് എന്നും അതോടൊപ്പം തന്നെ നാഗശ്വിന്റെ ആ ഒരു സംവിധാനത്തിനും കൂടാതെ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സിനിമയ്ക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം എന്നൊരു അഭിപ്രായമാണ് ഇതിനോടകം തന്നെ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. പ്രഭാസിനേക്കാൾ ഏറെ സിനിമയിൽ സ്കോർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ബിഗ് ബി അമിതാഭ് ബച്ചനാണ് എന്ന് തുടങ്ങിയ അഭിപ്രായങ്ങൾ വന്നിരിക്കുകയാണ്. പ്രഭാസ്, ദീപിക പദുക്കോൺ, ഒപ്പം തന്നെ കമലഹാസൻ തുടങ്ങിയവർക്കെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ സിനിമയുടെ ആദ്യ പകുതി അഭിപ്രായങ്ങൾ ഇന്ന് പുലർച്ചെ പുറത്തു വന്നപ്പോൾ അത് പ്രകാരം ഡീസന്റ് അഭിപ്രായങ്ങളായിരുന്നു കൽക്കി നേടിയെടുത്തത്. എന്നാൽ രണ്ടാം പകുതി ആദ്യ പകുതിയേക്കാൾ വേറെ ലെവൽ മികച്ചു നിൽക്കുന്നു എന്നൊരു അഭിപ്രായം നേടിയെടുത്തതോടെയാണ് സിനിമ ഇപ്പോഴത്തെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിലെ ആദ്യ 10 മിനിറ്റ്, ഒപ്പം തന്നെ ഇന്റർവെൽ രംഗങ്ങൾക്ക്, കൂടാതെ രണ്ടാം പകുതിയിലെ ഒരുപാട് രംഗങ്ങൾക്ക്, ഒപ്പം തന്നെ ക്ലൈമാക്സിന്, അതോടൊപ്പം തന്നെ രണ്ടാം ഭാഗത്തിലേക്കുള്ള ലീഡിനെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് കൽക്കി എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ സന്തോഷ് നാരായണന്റെ സംഗീതത്തിന് 2 അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇമോഷണൽ കണക്റ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മഹാഭാരത കഥയെല്ലാം തന്നെ കൃത്യമായിട്ട് അറിഞ്ഞു പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും സിനിമ കണക്റ്റ് ആകും. അതല്ലാത്തവരുടെ കാര്യം സംശയമാണ്. അതോടൊപ്പം തന്നെ ചിത്രത്തിൽ ഒട്ടനേകം കാമിയോ ഗസ്റ്റ് റോൾസ് എല്ലാം തന്നെ ഉണ്ട്. ആ ഗസ്റ്റ് കാമിയോ റോൾസ് വലിയൊരു ഇമ്പാക്ട് സിനിമയിൽ സൃഷ്ടിക്കുന്നില്ല. ഒപ്പം തന്നെ 3 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള സിനിമയുടെ ഡ്യൂറേഷൻ ഒരല്പം ലെങ്തി ആണ് തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ചെറിയ നെഗറ്റീവായിട്ടെങ്കിലും ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത്. ഇതിനിടയിൽ സിനിമയിൽ ഒരു പോസിറ്റീവ് സൈഡ് കൂടിയുണ്ട്. അത് സിനിമയിലെ ഫൺ കോമഡി രംഗങ്ങളാണ്. സിനിമയിലെ ഭൈരവ, ബുജി രംഗങ്ങളെല്ലാം തന്നെ കൂടുതൽ ഫൺ ഉളവാക്കുന്നതാണ് എന്നൊരു അഭിപ്രായം ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കൽക്കി എന്ന സിനിമ ഇന്ന് ആദ്യ പ്രദർശനത്തിന് ശേഷം, അതായത് USA UK പ്രദർശനത്തിന് ശേഷം നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി ഇന്ത്യൻ സിനിമാ പ്രേമികളിൽ നിന്നുള്ള കൂടുതൽ അഭിപ്രായങ്ങളാണ് വരേണ്ടത്. കാത്തിരിക്കൂ അവ അറിയാനായിട്ട്. ബ്രഹ്മാണ്ഡ സിനിമ കൽക്കി എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.